കണ്ടാ ഞങ്ങളിങ്ങനെ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോതാ ഇവിടെ എന്തോ ഒരു സാധനം. ഇതാണ് നമ്മൾ നിക്കാൻ പോണ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇനി ഞങ്ങളൊരു യാത്ര പോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ എപ്പോഴും തല്ലു പിടിക്കേണ്ടായിരിക്കും പോകാൻ പോകുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻട്രോ പറയാൻ വന്നത്. അല്ലേനോ ഞങ്ങൾ തല്ലു പിടിക്കാതെ യാത്ര ചെയ്യാൻ പോവാണ്. അല്ല ഗൈസ്, അങ്ങനെയൊന്നുമല്ല. സത്യം പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസത്തേക്ക് വർക്കില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഹായ് കുക്കി, ഞങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും പോകുന്നല്ല, അവൻ വേറെ പണിക്ക് പോകുന്നത്. എനിക്ക് ഇവിടെ ഇരുന്ന് മടുത്ത് എനിക്ക് എവിടെയെങ്കിലും പോകണം. അങ്ങനെ ഞങ്ങൾ ഇപ്പം നിലവിലൊരു പ്ലാന് മൂന്നാർ. ഇത്ര നേരം അതിരപ്പള്ളിയായിരുന്നു. കൂക്കി വിളിഞ്ഞ് നോക്കണണ്ട കുക്കി. അപ്പം ഞങ്ങൾ ഇപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങുന്നുണ്ട്. നോക്കാം എങ്ങടാ പോണേന്ന്. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുക്കി ബൈ, കുക്കിമ്മ ബൈ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഇത്ര നേരം പ്ലാൻ ചെയ്തത് ഞാൻ പറഞ്ഞില്ല, അതിരപ്പള്ളിയായിരുന്നു. ഇപ്പം മൂന്നാറിനാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തല്ല് കൂടാതെ അവിടം വരെ പോകണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. നമുക്ക് മൂന്നാർ എത്തണതല്ല, തല്ല് കൂടാതെ അവിടം വരെ എത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഒരു തല്ലുപിടുത്തത്തിലൂടെയാണ്. അതായത് തല്ല് പിടിച്ച് ആണ് നമ്മൾ മൂന്നാർക്ക് പോവാം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എവിടേക്കെങ്കിലും പോവാന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. ഞാൻ പറയില്ല, ഞാൻ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വന്നതാ. അപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മുഖത്ത് ജസ്റ്റ് മുടി ഇങ്ങനെ കോരി കെട്ടി, അതുകൊണ്ട് ഡ്രസ്സ് എടുത്തിട്ടു. പിന്നെ വേറെ ആരുമില്ല, ഞാനത് മാത്രം. ഞങ്ങൾ പണ്ടൊക്കെ ഇതുപോലെ ഇടയ്ക്ക് പോവാറുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ കുറേ നാളായിട്ട് അത് കാരണം നമുക്ക് നീ നോക്കാം. ഗൈസ്, ഞങ്ങൾ ആക്ച്വലി ഇടയിൽ വെച്ച് കുറച്ച് തിരക്കായി. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തു. തല്ലുകൂടാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പറഞ്ഞിറങ്ങിയ പോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ തല്ലുകൂടി. എൻ്റെ മൂടൊക്കെ പോയി. പിന്നെ കുറച്ച് നേരം തിരിച്ചു പോവാന്നൊക്കെ ആയിട്ടും നമ്മൾ തല്ലുകൂടി. പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക്, ഞങ്ങൾക്ക് 2 പേർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യവും ഒക്കെ വേറെ. അങ്ങനെ ഞങ്ങൾ അവസാനം മുന്നോട്ട് വന്ന് ഇപ്പോൾ ഒരു ഹോട്ടലിൽ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കുവാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പൊറോട്ടയും ചില്ലി ചിക്കനും. കുറേ നാളായത് കഴിച്ചിട്ട് ഞാൻ കഴിക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾ വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ കയറിയിരുന്നുണ്ട്. അപ്പം അത് തൊട്ടുവന്ന ഇത് കഴിച്ചിട്ടാണ് നമ്മളിങ്ങനെ മൂന്നാർക്ക് കയറാൻ പോണത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ മല കയറും. Are you hungry? Yes, I am very, very hungry. Are you angry? Angry? ചെറിയൊരു ആംഗ്രിയിലായിരുന്നു. എനിക്കൊരു കാപ്പി. നിനക്ക് തന്നെ വേണം? No. ഒരു കാപ്പി. നല്ല ചൂട് പൊറോട്ട. ഭയങ്കര അടിപൊളി പൊറോട്ടയാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ക്രിസ്പി. ഗൈസ്, ഭയങ്കര അടിപൊളിയാന്ന് തോന്നുന്നു. ഞങ്ങളെന്തായാലും കഴിക്കാൻ പോവാം. കൊള്ളാം. ബാക്കി കഴിച്ചിട്ട് കാണാം. ഞാനും കഴിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്ത് ടൈം വേസ്റ്റ് ചെയ്യാറില്ല, അറിയാലോ. ബാക്കി പിന്നെ ഞങ്ങളെ ഫുഡ് കഴിച്ചിറങ്ങി. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി മൂന്നാറിലേക്ക് വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. സമയം ഇപ്പോ 6:34. സോ അത് കണ്ണാട വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചേട്ടൻ റൂമിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല തണുപ്പാണെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോ ഫസ്റ്റ് നമ്മളുടെ പ്ലാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ പൈൻ ഫോറസ്റ്റിന്റെ അവിടെ പോയിട്ട് അവിടെ കുറെ തട്ടുകടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ലൊരു ഫുഡ് കഴിക്കണം. പിന്നെ പൈൻ ഫോറസ്റ്റിന്റെ അവിടെ എത്ര തണുപ്പുണ്ടെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഏകദേശം നമ്മളൊരു 10 o'clock ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തും എന്നാണ് പ്രതീക്ഷ. പിന്നെ 2 പേരും ആടിപ്പാടി തല്ലൊക്കെ പിടിച്ച് പോകുമ്പോഴേക്കും അവിടെ എത്തും. ഏകദേശം 10 മണിയാകുമ്പോഴേക്ക് എത്തും. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു അല്ലേ? നല്ല ഫുഡ്. ഞാൻ പൊറോട്ടയും ചില്ലി ചിക്കനും എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കോംബോ ആണ് ഈ പൊറോട്ടയും ചില്ലി ചിക്കനും. അത് കുറേ നാൾക്ക് ശേഷം കഴിച്ചതിൽ ഏറ്റവും നല്ല ഒരു പൊറോട്ടയൊക്കെ കിട്ടി. ഭയങ്കര ക്രിസ്പി ആയിട്ട് നല്ലോണം അടിച്ച പൊറോട്ട. അടിപൊളിയായിരുന്നു. ചില്ലി ചിക്കൻ്റെ ഗ്രേവി ആണെങ്കിലും
പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചു കഴിഞ്ഞാലും വായിൽ വെള്ളം വരും പറയുമ്പോ. അവള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വഴിയിൽ കാണുന്ന ചെറിയ ചെറിയ പെട്ടുകടലിൽ കയറി വെള്ളം കുടിക്കുക, എന്തെങ്കിലും കഴിക്കാം, അതൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാം. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിറങ്ങിയത് കേട്ടോ, ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കണം. പക്ഷെ നടക്കൂല ഗൈസ്, വല്ലാത്തൊരു പണിയാണത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പോവാണ്. നമ്മളിപ്പോ മാർത്ത എന്ന് പറഞ്ഞൊരു ബസ്സിനെ ഫോളോ ചെയ്തിരിക്കുക, കാണിച്ചു തരാം. കണ്ട മാർത്ത പുറത്തിതാ ഏകദേശം ഇത്ര ഒരു ഇരുട്ടായിട്ടേ ഉള്ളൂ. പകലായിരുന്നു പോകുന്നതെങ്കിൽ രാവിലെ ആ കാട്ടിന്റെ ഉള്ളിലൂടെയൊക്കെ പോകുന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടായാണ്. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിലേക്ക് പോടാ. മാർത്ത ബസ് പോയി. ഇതാ ഇത് ഇത്രയും ഇരുട്ടേ ആയിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ ഇവിടെ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. നമ്മളുടെ ഒരു ഫ്രണ്ടിന് അവിടെ റിസോർട്ട് ഉണ്ട്. അവനെ വിളിച്ച് പറഞ്ഞപ്പോ അവൻ റൂമൊന്നും അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടും നമ്മൾ മൂന്നാർക്ക് പോവാണ് അവൻ റെഡിയാക്കി തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ പോക്ക്. അറിയില്ല, അവിടെ എത്തുമ്പോ അറിയാം. ഇനി കിടക്കട്ടി വരും. അതെ, പിന്മാറില്ല. അതെ, നമ്മൾ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തോ പറഞ്ഞു വന്നു, കണ്ടിന്യൂ ചെയ്തോ. തണുപ്പത്ത് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോണത്. ഇയാളവിടെ എത്തുമ്പോഴുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. തണുപ്പത്ത് എന്താ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ ആളെ ഷട്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങി അവിടത്തിലും മറ്റേ കമ്പിളിപ്പുറപ്പ് ചോദിക്കും. എന്താണ് ചോദിക്കുന്നത്? കമ്പിളിപ്പുറപ്പ് എല്ലാരും ചോദിക്കും. ഞാൻ ചോദിക്കില്ല. കാണാം ഞങ്ങള് റോട്ടിൽ പോലെ ഇറങ്ങി നടക്കില്ല, എന്ന് പറഞ്ഞ് കാണിക്കും. ഇതാണ് നടക്കാൻ പോണത്. ഞങ്ങള് ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല, പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടില്ല അല്ലേ. തണുപ്പിനെ അതിജീവിക്കാനുള്ള പ്രിക്കോഷൻസ് ഒന്നും നമ്മൾ കരുതിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി പോന്നു. ഞാൻ ഒരു ടോപ്പ് എടുത്തത് ഒരു വൂളന്റെ ടോപ്പാണ്. തണുപ്പുണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഇങ്ങനത്തെ ടോപ്പ് എടുത്തു. അതുവാണെങ്കിൽ അതുപോലും എടുത്തില്ല തോന്നുന്നത്. 2-3 ടീഷർട്ട് ഒരൊറ്റ കാണാം ഗൈസ്. പോയി നമ്മളെ രാത്രി ആയിട്ടാ. നമ്മൾ എത്തണ സമയം 8:30 കാണിച്ചത്. ഇപ്പൊ ഒരു 9:30 ആയിട്ടുണ്ട്. നമ്മള് നേരെ നമ്മളെ ഫ്രണ്ടിന്റെ റൂമിലേക്കാണ് പോണത്. അവനവിടെ ഒരു റൂം എന്തോ ക്യാൻസൽ ആയിട്ട് ഇപ്പം നമുക്ക് ആ റൂം റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെ പോയോണ്ടിരിക്കുകയാണ്. കാട് കയറി ഇങ്ങനെ വരുമ്പോ ഫോറസ്റ്റ് കയറി. ഇവിടേക്ക് ഉത്സവത്തിന് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ സംതിങ് എന്തോ സ്പെഷ്യലായിട്ടുള്ള ഉത്സവമായിരിക്കും. കാടിന്റെ ഉള്ളിലാണല്ലോ അല്ലേ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ എന്താ ഉത്സവം കൂടാൻ വന്നായിരിക്കും അല്ലേ. നമുക്ക് വേണമെങ്കിൽ കൂടിയിട്ടൊക്കെ പോവാം. അങ്ങനെയൊക്കെ വൈബ് ചെയ്യണവര്, ഇനിയിപ്പോ എന്തിനാ ഗൈസ്. നമ്മളൊന്നും കൂടെ കേറി. അതായത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ പിന്നെയും വഴി ഒന്ന് രണ്ടായി. അപ്പൊ അതിൽ നിന്നും കയറ്റത്തിലേക്കുള്ള വഴിയാണ് നമുക്ക് മാപ്പ് കാണിച്ചു തന്നെ. ഇതാണെങ്കിൽ ഫുള്ളിങ്ങനെ വളവും തിരിവും ഉള്ള ഒരു റോഡ് മാപ്പില് ഉണ്ടോ. ഇത്ര നേരം വളവായിരുന്നു, ഇനിയിപ്പോ ഒരു വലിയ വളവ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തുടങ്ങും ചെറിയ ഇങ്ങനെ വളയ. ഇത് തന്നെയായിരിക്കും. ഞങ്ങളിങ്ങനെ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാ ഇവിടെ എന്തോ ഒരു സാധനം, എന്താന്നറിയില്ല. അവിടെ പെരിയാറാണ്, പക്ഷെ അവിടെ അത് പെരിയാറാടാ, വെള്ളമാണ്. പക്ഷെ വെള്ളം ഒഴുകിപ്പോണ്ടെങ്കിൽ അവിടെ കുറച്ച് വീതിയിലുണ്ടാവും അല്ലേ. പെരിയാർന്നാണ് എഴുതിയേക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ വന്നുള്ള വീടുകളൊക്കെ ഉള്ള സ്ഥലം എത്തിട്ടോ. ഇതാണ് നമ്മൾ നിൽക്കാൻ പോണ റിസോർട്ടല്ല, ഇതല്ല. ഇത് ഞാൻ വെറുതെ പറഞ്ഞത്. നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മൾ ഏകദേശം ഉണ്ടാവും ഒരു 15 മിനിറ്റ് എന്നുള്ള രീതിയിൽ, ഒരു 10 മിനിറ്റ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മളെ സ്ഥലത്തേക്ക് പോകേണ്ട വഴി. പക്ഷെ ആ റോഡ് ക്ലോസ്ഡ് ആണ്. അതായത് ആ റൂട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞു അവൻ ആ റോഡ് പോകണ്ട, ചീത്ത റോഡാന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ നമ്മൾ ആ റോഡ് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കയറിയപ്പം ആ റോഡിൽ എഴുതി വെച്ചേക്കുന്ന അങ്ങോട്ട് കയറില്ല, എന്തോ പണി നടക്കുകയെന്ന്. അപ്പം നമ്മൾ അവിടെ ചേട്ടനോട് ചോദിച്ചു
അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മറ്റേ സ്ട്രെയിറ്റ് വഴി പോയാൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ 2 കിലോമീറ്റർ എന്നുള്ളത് 7 കിലോമീറ്റർ ചുറ്റിയിട്ട് വന്നേക്കാണ്. റോഡ് നല്ല മോശമാണ്. ഇതേ റിസോർട്ട് എനിക്ക് എൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു 10-11 മണിക്കൂർ കാട്ടിലൂടെ പോകുന്നൊരു വ്ളോഗുണ്ട്. അത് ഞാൻ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അത്ര കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പം ആ വ്ളോഗിലേക്ക് ആ വ്ളോഗിൽ ഞങ്ങൾ എവിടെയാണോ സ്റ്റേ ചെയ്തത് അവിടെ തന്നെയാണ് ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കണ്ടോ നല്ല കുത്തനെയാ. ഇതൊക്കെ അന്ന് ബൈക്കിലായിരുന്നു നമ്മൾ വന്നത്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഈ റോഡൊക്കെ. നമ്മൾ ഇറങ്ങിയത് അവിടെ നിന്നില്ലേ മൂന്നാർക്ക് പോവാൻ വേണ്ടിട്ട്. വാളയാർക്ക് വാൽപ്പാറയിലല്ല മലക്കപ്പാറ. പൊള്ളാച്ചി അല്ല, അതിൽ കൂടെ വാൽപ്പാറ കയറിയിട്ട് പിന്നെ അവിടെ നിന്നല്ലേ നമ്മള് അതിരപ്പള്ളി കയറിയത്. അവിടേക്ക് നമ്മള് ഇറങ്ങിയ ദിവസം ഉണ്ടല്ലോ ഈ റോട്ടിൽ കൂടെ ഇറങ്ങിയ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളിവിടേക്ക് കയറി വന്ന് അവിടെ കണ്ടൊരു സാധനം. ഇത് മിക്കവാറും ഇതായിരിക്കും നമ്മുടെ റൂമല്ല, ബുക്കായി. അപ്പോൾ ഇത് ഒരെണ്ണം ക്യാൻസലായി എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമുക്ക് തരാൻ പോകുന്നത്. ഐ തിങ്ക് വ്യൂ ഒന്നും ഇല്ലാത്തൊരു റൂമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാവാനാണ് ചാൻസ്. ഗൈസ് ഞങ്ങൾ റൂമിലെത്തി. ആക്ച്വലി ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ ഒരു റിസോർട്ടിലല്ല നമ്മൾ വന്നത്. അവിടെ ഇവർക്ക് 2 റിസോർട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ തന്നെ വേറെ പുതിയ ഒരു റിസോർട്ടിലേക്ക് നമ്മളിങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുക. അപ്പം ഇത് കുറച്ചുകൂടെ വലുതാട്ടോ. നല്ല തൊട്ടടുത്ത് തന്നെ ആയിരുന്നു നമ്മളുടെ റൂം. പിന്നെ അവൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മളുടെ റൂമിൻ്റെ ഡോറ് കണ്ടില്ലേ ഇപ്പോൾ, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറെ റൂംസ് ഉണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഹാള്, പിന്നെ നമുക്ക് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടേബിളും അതുപോലെ 2 ചെയർ. ഇങ്ങനെ നേരെ വരുമ്പോൾ അലമാരയിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും വെച്ചൊന്നുമില്ല. ബിക്കോസ് നമുക്കങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ബാഗ്, അതിൽ ഞങ്ങൾ 2 ഓരോ ജോഡി ഡ്രസ്സ് എക്സ്ട്രാ. ലെഫ്റ്റ് സൈഡിൽ നമ്മളെ വാഷ്റൂം നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ഹൈജീനിക്കായിട്ട് നല്ല ക്ലീനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. റൂമിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ പിൻ ചെയ്ത് കൊടുക്കാൻ വേണേ. ഇതാണ് നമ്മുടെ റൂം. പിന്നെ ഇവിടെ ഒട്ടും തണുപ്പില്ല. പുറത്തൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പക്ഷേ അവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ഫോട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ പ്രൈവസിക്ക് അതൊരു ബുദ്ധിമുട്ടായാലും. സോ ഞാൻ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റായിട്ട് ബാക്കി വീഡിയോസ് കാണാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ബിക്കോസ് വാങ്ങിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ലതാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇനി അത് കേടായാലോ. ഇനിയിപ്പം വേറെ ഇവിടെ നിന്ന് മേടിക്കാൻ നിൽക്കണ്ടേ, അതുകൊണ്ട് ഇപ്പം ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. കഷ്ടപ്പെട്ട് ഫുഡ് വാങ്ങിച്ചു, പക്ഷേ ഫുഡിൽ ഉപ്പില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയായിട്ട് ഇപ്പറക്ക് ഇത്തിരി കഴിച്ചു. അതിന് മോൻ്റെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. കഴിക്കണല്ലേ നീ? എന്തേ ആണ്ട കഴിക്കാത്ത? ഉപ്പില്ലാത്തോണ്ടാണോ? മാന്നെനിക്ക് കൈ എഴുതി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഫ്രണ്ടിലൊന്നും ഇരിക്കുകയാണ്. ഞാനിവന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കൈ, കാരണം മേടിച്ച ഫുഡിൽ ഉപ്പില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഒരു 2 ഫ്രൈഡ് റൈസ് വാങ്ങിച്ചപ്പോഴേക്കും 400 രൂപ കൂടുതലേ. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ റേറ്റ് വേന കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. 400 രൂപ വാങ്ങിച്ചു 2 ഫ്രൈഡ് റൈസ്. അതെങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണെന്നും മനസ്സിലായല്ലേ. 200 രൂപ എടുത്ത ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും 200 രൂപ എടുത്തത്. അതാണെങ്കിൽ ഉപ്പില്ല, വേസ്റ്റ്. അതിന്റെ വിഷമത്തിൽ ഞാനൊന്ന് പുറത്ത് വന്ന് കാറ്റുകൊണ്ടിരിക്കുകയാണ്. റിസോർട്ടിന്റെ ഫുള്ള് വ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വ്ളോഗിന്റെ പാർട്ട് 2 വരുന്നുണ്ട്. അതിലാണ് ഞങ്ങൾ മറ്റേ ബലൂൺ ഉണ്ടല്ലോ അതിൽ കയറിയതും, അതുപോലെ തന്നെ നമ്മൾ ആനക്കുളത്ത് പോയതും, ആനക്കുളത്ത് പോയി കുഞ്ഞാനകളെയും കുറേ ഒരു 10-20 ആനകളെ കണ്ടതും ഒക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.
ഒരു 20 ആന കൂടുതലായിട്ടുണ്ട്. കണ്ടേ